ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. വിശുദ്ധ മത്തായി സ്ലീഹ എന്ന പഴയ ചുങ്കക്കാരനായ യഹൂദരാൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെ നമ്മുടെ കർത്താവിന് തൻ്റെ അനേകം ശിഷ്യരുടെ ഇടയിൽ നിന്നും തൻ്റെ പ്രധാന 12 ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് ഒരു അപ്പസ്തോലനായി തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു എന്ന് ഇന്ന് നമ്മോടൊപ്പം ഒരു പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ മറ്റു ശിഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലേ? തീർച്ചയായും മതപ്രമാണികളും പരീശന്മാരും ശാസ്ത്രികളുമെല്ലാം യേശുവിൻ്റെ ഈ ലേവി എന്ന പഴയ ടാക്സ് കളക്ടറുടെ, റോമാക്കാരുടെ കൂട്ടുകാരനായി ജീവിതം നയിച്ചവൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നെറ്റി ചുളിച്ചിട്ടുണ്ടാകാമല്ലേ? അതാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ കണ്ണുകൾ നമ്മുടെ ആത്മീയ പ്രകടനങ്ങളിലേക്കല്ല, നമ്മുടെ വിശുദ്ധ ദേവാലയങ്ങളിലേക്കുള്ള പ്രഹസനങ്ങളായ യാത്രകളിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തളത്തിലേക്കാണ് അവൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നത്. അവൻ്റെ ഹൃദയം നമ്മുടെ വിരുദ്ധനായ സ്വഭാവമുള്ള ഒരു മിടുക്കനും മിടുക്കിയുമായ, കുറച്ചൊക്കെ അതിൻ്റെ തലക്കനമുള്ള നമ്മുടെ സ്വഭാവത്തിലേക്കല്ല, ഒരു വിരുദ്ധൻ്റെ സ്വഭാവത്തിലേക്കല്ല, മറിച്ച് വിശുദ്ധി നിറഞ്ഞ നമ്മുടെ സ്വഭാവ ഗുണത്തിലേക്കാണ് അവൻ്റെ ഹൃദയം ചായുന്നത്. വളരെയധികം സാമർഥ്യവും വളരെയധികം ബുദ്ധിമാനും അറിവും പ്രാപ്തിയും ശക്തിയും ഉള്ളവനായ ഒരു വിരുദ്ധനായ നമ്മുടെ സ്വഭാവത്തിലേക്കല്ല, മറിച്ച് വിശുദ്ധി നിറഞ്ഞ സ്വഭാവ ഗുണത്തിലേക്കാണ് അവൻ്റെ ഹൃദയം അവൻ ചായ്ക്കുന്നത്. നസ്രായനായ യേശുവിന് വേണ്ടത് ലേവിയുടെ ആർദ്രത നിറഞ്ഞ ഹൃദയം പോലെ വിരുദ്ധനായിരുന്ന തൻ്റെ സ്വഭാവം ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിലേക്ക് തൻ്റെ ഗുരുവായ യേശു കാണിച്ചു തന്ന അവൻ്റെ വഴിയിലൂടെ, സത്യവും ജീവനുമായവൻ്റെ വഴിയിലൂടെ നടന്ന് ചുങ്കക്കാരനായ താൻ എങ്ങനെ അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി, എങ്ങനെ 28 അധ്യായങ്ങളുള്ള തൻ്റെ സുവിശേഷത്തിലൂടെ, പുതിയ നിയമത്തിലെ ആദ്യം കാണുന്ന കൃതിയിലൂടെ, വിശുദ്ധ മത്തായിയുടെ ഗോസ്പലിലൂടെ നമുക്ക് അവനെ വരച്ച് കാണിച്ചു തന്നുവോ, അങ്ങനെ നമുക്കോരോരുത്തർക്കും നമ്മുടെ ആർദ്രത നിറഞ്ഞ ഹൃദയവുമായി അവൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായി അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ നടന്ന് അവനെ മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതം കൊണ്ട് വരച്ച് കാണിക്കുവാൻ സാധിക്കുന്നവനാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.